പരിശുദ്ധ അമ്മയോടും ഈശോയോടും ആദ്യമായി ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എൻ്റെ പേര് വർഗീസ്, ഇതെൻ്റെ ഭാര്യ ലാലി. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മോള് ബാംഗ്ലൂർ കൽപ്പിച്ചയച്ചു. എൻ്റെ മോന് അവൻ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നു. എനിക്ക് മംഗലാപുരത്ത് കൺസ്ട്രക്ഷൻ വർക്കാണ്. അങ്ങനെ ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2019 ഫെബ്രുവരി 18-ാം തീയതിയാണ്. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ആദ്യമായി പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചാലും തന്നെ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒന്ന് പുതുക്കുകയും നേർച്ച വസ്തുക്കളെല്ലാം വാങ്ങിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി ഞാൻ വെച്ച 6 നിയോഗങ്ങളിൽ 3 വലിയ കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. അതിലേറ്റവും വലുത് എൻ്റെ മദ്യപാനമായിരുന്നു. ഒരു 40 വർഷത്തിൽ മേലായി, ചുരുക്കം പറയുകയാണെങ്കിൽ ചെറുതിൽ തന്നെ ചാച്ചന് കള്ള് മേടിക്കാൻ പോകുമ്പോൾ കുടിക്കുന്ന കൂടെയായിരുന്നു. അങ്ങനെ കുടി മൂത്ത് രാവിലെ മംഗലാപുരത്തക്കാരെ അറിയാമല്ലോ, അവിടെ ഏത് കടയിൽ എവിടെ ചെന്നാലും കിട്ടും സാധനം. അങ്ങനെ തുടങ്ങും. ഉച്ച കഴിയുമ്പോൾ ഓറഞ്ചൊക്കെ തിന്നിട്ട് വീട്ടിൽ വരും. അവൾ എന്നാലും കണ്ടുപിടിക്കും. ആ കുടി അങ്ങനെ മൂത്ത് വൈകുന്നേരം ആകുമ്പോൾ പ്രശ്നമാവും. വീട്ടിൽ വരുമ്പോൾ പിന്നെ വഴക്കാവും, പിള്ളേരോട് വഴക്കാവും, ആകെ കൊള്ളാവും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ താമസിക്കുന്ന കൂടാണ്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ വെച്ചായി വീണ്ടും അടുത്ത കുടികളെല്ലാം. അങ്ങനെ ആ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമായി 100 കോടി നന്ദി പറയുന്നു. അതിൻ്റെ ശേഷമാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. 40 വർഷമായിട്ട് കുടി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് കാല് കുത്തി എൻ്റെ അന്ന് നിർത്തിയതാണ്. തലേദിവസം കൂടി ഞാൻ പൂച്ചാക്കലും തൈക്കാശ്ശേരി എന്നൊക്കെ എൻ്റെ അളിയൻ്റെ കൂടെയൊക്കെ നടന്ന് കുടിച്ച ഒരാളാണ്. കുടി തുടങ്ങിയാൽ രാത്രി ചെല്ലുമ്പോൾ ഒരു 12 മണി. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ അവയ്ക്കേ അറിയാവുള്ളൂ. അവൾക്ക് അറിയാത്ത ദിവസങ്ങളില്ല. അപ്പോൾ ആദ്യമായി ഞാൻ അതിന് 100 കോടി നന്ദി പറഞ്ഞു. എനിക്ക് വേറെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ എത്രയോ വലുതാണ് ഈ മദ്യപാനം. ഇപ്പം എനിക്കത് വേണമെന്നില്ല. മറ്റത് മംഗലാപുരത്തോടെ പോകുമ്പോൾ കുറച്ച് ധ്യാനം കൂടിയാലോ എപ്പോഴെങ്കിലും ആദ്യം നിർത്തും, പിന്നെ വീണ്ടും തുടങ്ങും. ചെറിയൊരു പാക്കറ്റൊക്കെ അവിടെ കിട്ടും. അതുകൊണ്ട് ഞാൻ അതവിടെ നിർത്തുന്നു. അതിൽ കിട്ടിയ നന്ദിക്ക് ആദ്യം നന്ദി പറയുന്നു. രണ്ടാമതായി കടബാധ്യതയാണ്. ഈ കടബാധ്യതയും വരുന്നത് എവിടെ നിന്നാണ്? ഈ മദ്യപാനത്തിൽ നിന്നാണ്. അപ്പോൾ താമസിക്കുന്ന കൂടാണ്ടുള്ള ഒരു പറമ്പ് വിറ്റിട്ട് കടം തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഇവിടുത്തെ ചെറിയ കാശുരൂപവും ഉപ്പും ഞാൻ ആ 4 മൂലയിലിട്ട് പറമ്പിലിട്ട് വിശ്വാസ പ്രവചനത്തിൽ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ വിചാരിച്ചിരുന്ന വിലയേക്കാളും നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, ആ പൈസയുടെ ബാക്കി കൊണ്ട് കടം തീർത്ത് എനിക്കൊരു അടുത്തൊരു 8.25 സെൻറ്റ് സ്ഥലം അതിനേലും അടുത്ത് വാങ്ങാൻ പറ്റി. അപ്പോൾ ആ സ്ഥലം കണ്ട് തന്നെ ബ്രോക്കറോട് പറഞ്ഞപ്പോൾ ഞാനിത് ചെയ്തു. ഇതേപോലെ തന്നെ കച്ചവടം നടക്കുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോയി 4 മൂലയ്ക്കും കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അതിനിടയ്ക്ക് കയറിപ്പോയി ഉപ്പിടുകയും ആശുരൂപം ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന് 50,000 രൂപ ടോക്കണും കൊടുത്തു. അങ്ങനെ ആ സ്ഥലം വാങ്ങാൻ പറ്റിയെന്ന് മാത്രമല്ല, മറ്റത് 15 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ ഒരു ജോലിക്കാർ നിൽക്കും. 10-15 ജോലിക്കാരുണ്ട്. അവരൊക്കെ നിൽക്കുന്ന ഷെഡുകളുണ്ട് സിമെൻറ്റ് ഷീറ്റിൽ. പക്ഷേ ഈ പറമ്പിൽ 2 വർഷമായിട്ട് വാങ്ങിച്ച പറമ്പിൽ 5 വീടിൻ്റെ ഒരു വീട് പണി തീർന്നു. നോയമ്പ് കഴിയുമ്പോൾ മെയ് 17 അച്ഛൻ്റെ അടുത്ത് ഡേറ്റ് ചോദിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അമ്മയുടെ ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാതെ ഞാൻ വീട് വെഞ്ചരിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ വന്നതാണ്. ഇന്ന് 12:40 ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. ഇവിടുന്ന് തന്നെ ഞങ്ങൾ പോവും മംഗലാപുരത്തിന്. അതാണ് രണ്ടാമത്തെ ഒരിത്. ഇത്രയും അനുഗ്രഹം തന്ന ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ഈശോട്. മൂന്നാമതായിട്ട് ഞങ്ങൾക്ക് രോഗങ്ങളാണ്. എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും ഈ തലവേദന അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാവും. തലവേദന കൂടും. അപ്പോൾ ഞാനെന്ത് ചെയ്യും? മറ്റത് തലവേദന എന്നാൽ അവിടെ തളർന്നെത്തി കിടക്കും, കഞ്ഞി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്പെടം ചെല്ലും, അത് തീർത്ത് പെട്ടെന്ന് മാറി. ഇപ്പോൾ ഒരു 5-6 ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അതില്ല അവർക്ക് അങ്ങനെ തലവേദന. വല്ലപ്പോഴും ഒന്ന് വരും പോകുന്നതല്ലാണ്ട് മറ്റതങ്ങനെയല്ല ഇതാണ്. അതുപോലെ തന്നെ കൊറോണയുടെ സമയത്ത് എനിക്ക് ഡസ്റ്റ് അലർജിയായി, ന്യൂമോണിയായി, അതെപ്പോഴും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇത് 3ാമത്തെ നിയമമാണ് എൻ്റെ. അത് അഡ്മിറ്റായി ന്യൂമോണിയ മൂത്ത് കൊറോണ വാടിക്കൊണ്ട് തന്നെ എന്നെ കടത്തി. കൊറോണ കിടത്തിയപ്പോൾ ഇവർ പറഞ്ഞ് സമ്മതിക്കത്തില്ല, അങ്ങേർക്ക് കൊറോണ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. KMC ആശുപത്രിയിലാണ് മംഗലാപുരത്ത്. അങ്ങനെ കൊറോണ കിറ്റൊക്കെ ഇട്ട് ഇവളെയും മകനെയൊക്കെ കടത്തി ഒരു AC റൂമിൽ കടത്തി വിട്ടു. അങ്ങനെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഒരു കൊറോണ രോഗീനെയും കൊണ്ട് വരുന്നതാണ് വീൽ ചെയറിൽ. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞ് ഈ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ ഡോറിൻ്റെ വാതിക്ക് വന്നിട്ട് പറയുകയാണ്, എനിക്ക് AC റൂം പറ്റിയല്ല എന്ന്. അങ്ങനെ അതൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. അങ്ങനെ ഒത്തിരി രോഗസംബന്ധമായ അത്ഭുതങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
പറഞ്ഞറിഞ്ഞാൽ തീരാത്ത, ഇന്ന് വൈകുന്നേരം വരെ നിന്ന് തീർന്നാലും അനുഗ്രഹമില്ല. ഇതെല്ലാം ഈ ഉടമ്പടിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. മോനാണെങ്കിലും ഇപ്പം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. എനിക്ക് ഒരു ജോലി, മറ്റതങ്ങനെയല്ല, ജോലിക്കാരെല്ലാം മദ്യപിച്ച്, ഇപ്പം എല്ലാത്തിൻ്റെയും തുടക്കം ഈ മദ്യപാനം തന്നെയാണ്. അത് കഴിഞ്ഞ് രാവിലെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ പിന്നെ പണിസ്ഥലത്ത് പോയി കഴിഞ്ഞുള്ള ഞാനാണ് വലിയ ആളെന്നുള്ള രീതിയിൽ തുടങ്ങും. വീട്ടുകാരായിട്ട് വഴക്കുണ്ടാവും, ജോലി സ്ഥലം പോകും, ജോലിക്കാരുണ്ടായില്ല. ഇപ്പം അങ്ങനെയല്ല, എല്ലാം നല്ല കറക്റ്റായിട്ട് നടക്കുന്നു. എൻ്റെ മോനാണെങ്കിലും സൈറ്റിൽ അവന് ഇഷ്ടമല്ല ഈ മദ്യപിച്ചുകൊണ്ടൊക്കെ ഞാനും വരുമ്പോൾ അവന് അങ്ങനെ. ഇപ്പോൾ അങ്ങനെയല്ലേ, ഇന്നിപ്പോൾ എൻ്റെ സൈറ്റ് നോക്കുന്നത് അവനും സിവിൽ എഞ്ചിനീയറാണ്, അവനാണ് ഇപ്പോൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തന്ന 100 അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഇവിടെ നിർത്തും. ഞാൻ